വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന ആവശ്യമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന ആവശ്യമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. എന്നാൽ സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും വിരമിക്കലിന് ഏറ്റവും അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കേണ്ടത് ഒരു ജീവനക്കാരൻ തന്നെയാണെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നു. സാമ്പത്തിക സ്ഥിരത, ആരോഗ്യസ്ഥിതി, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ വിരമിക്കൽ പ്രായത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിരമിക്കൽ പ്രായത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. സമ്പാദ്യം, നിക്ഷേപം, ചെലവുകൾ തുടങ്ങിയവയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം മാത്രമേ വിരമിക്കലുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാവൂ. ജോലി ലഭിക്കുമ്പോൾ മുതൽ നിക്ഷേപം ആരംഭിക്കുന്നവർക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ വിരമിക്കാൻ സാധിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു ഘടകം. ആരോഗ്യവാനായിരിക്കുകയും നേരത്തെ വിരമിക്കുകയും ചെയ്യുന്നത് ആളുകളെ യാത്രകൾ പോകാനും മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും സഹായിക്കും. എന്നാൽ തൊഴിലുടമ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ വേണ്ടവർക്ക് വിരമിക്കൽ പ്രായം ദീർഘിപ്പിക്കാവുന്നതാണ്. സന്തോഷമില്ലാതെ ഒരു ജോലിയും ദീർഘകാലം തുടരാനാകില്ലെന്നതാണ് മറ്റൊരു വസ്തുത. ഇഷ്ടമില്ലാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിരമിക്കൽ വേഗത്തിലാക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചേക്കും. സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങളും വിരമിക്കൽ പ്രായത്തെ സ്വാധീനിക്കുന്നു. നിശ്ചിത പ്രായത്തിനുള്ളിൽ വിരമിക്കണമെന്നത് ചിലയിടങ്ങളിലെ നിയമമായിരിക്കും. അതിനാൽ തന്നെ ജീവനക്കാർ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. 60-നും 70-നും ഇടയിൽ പ്രായത്തിൽ വിരമിക്കുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ എപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നുവോ അപ്പോൾ വിരമിക്കാവുന്നതാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.